ഓക്കെ, നമ്മള് യൂണിറ്റ് ജനറ്റിക് കൺട്രോൾ ഓഫ് സെക്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ക്ലാസ്സിൽ എടുത്തതാണ്, ഓർക്കുണ്ടാവുമെന്ന് വിചാരിക്കണു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് തിങ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഓട്ടോസോംസും ഉണ്ട്, അതുപോലെ തന്നെ സെക്സ് ക്രോമസോംസും ഉണ്ട്. ഓട്ടോസോംസ് എന്ന് പറയുന്നത് സെക്സ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ക്രോമസോംസ് ആണ്. വേറെ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ എന്താ സെക്സ് ഓർഗാനിസത്തിന്റെ, അതിപ്പോ മെയിൽ ഫീമെയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ക്ലാസ്സിൽ അന്ന് എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ, ഓട്ടോസോംസും സെക്സ് ക്രോമസോംസും എന്താന്നുള്ളത്. ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ ഫീമെയിൽസിന് 2 ഐഡന്റിക്കൽ എക്സ് ക്രോമസോമും മെയിൽസിന് ഒരു എക്സും വൈയുമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും. ഇനി ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, ഇതും ഞാൻ ക്ലാസ്സിൽ ഒന്ന് എടുത്തതാണ്. 3 കണ്ടീഷൻസ് ആണുള്ളത്. ഫീമെയിൽസ് ഒക്കെ ഹോമോഗാമസിസ്, അതായത് ഒരേപോലത്തെ ഗാമേറ്റ്സ് വരുന്ന 3 കണ്ടീഷനും, മെയിൽസ് വ്യത്യാസമുള്ളതും, അതുപോലെ തന്നെ മെയിൽസ് ഹോമോഗാമസിസ് കണ്ടീഷനും ഫീമെയിൽസ് വ്യത്യാസമുള്ളതും, പിന്നെ മെയിൽ ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നതും ഫീമെയിൽ ഡിപ്ലോയിഡ് ആയിട്ട് വരുന്നതും. ഇതൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സ് എക്സ് എക്സോ കണ്ടീഷൻ, ഇത് മെയിൻ ആയിട്ട് ഗ്രാസ് ഹോപ്പറിലൊക്കെയാണ് കാണുന്നത്. ഇതിൽ ഫീമെയിൽസ് 2 എക്സ്, നമ്മുടെ പോലെ തന്നെ എക്സ് എക്സും, പക്ഷെ മെയിൽസ് എന്ന് പറയുന്നത് ഒരൊറ്റ എക്സ് ക്രോമസോം മാത്രമുള്ളത് മെയിലും. അങ്ങനത്തെ കണ്ടീഷനാണ് ഈ എക്സ് എക്സ് എക്സോ സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മളന്ന് ഡിസ്കസ് ചെയ്തതാണ്. അടുത്തതാണ് നമ്മളിപ്പോ ഹ്യൂമൻസിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത്. അതുപോലെ ഡ്രോസോഫില, അവരിലൊക്കെ ഇങ്ങനെയാണ്, നമ്മുടെ പോലെ തന്നെയാണ് ഡ്രോസോഫിലയ്ക്കും. എക്സ് എക്സ് ഫീമെയിലും എക്സ് വൈ മെയിൽ ടൈപ്പും. ഇപ്പൊ ഈ വൈ ക്രോമസോമിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, മെയിൽസിൽ ഒറ്റ വൈ ക്രോമസോമേ ഉള്ളൂ. ആ വൈ ഉള്ളത് കൊണ്ടാണ് അവർക്ക് മെയിൽ ക്യാരക്ടർ. ആ വൈ ഇല്ലെങ്കിൽ അവർക്ക് ആ മെയിൽ ക്യാരക്ടർ കിട്ടില്ല. എക്സ് മാത്രമായാൽ കിട്ടില്ല. എത്ര എക്സ് ഉണ്ടെങ്കിലും ഒരു വൈ വന്നാൽ അവിടെ മെയിൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, വൈ ക്രോമസോം ഈസ് നീഡഡ് ടു മേക്ക് എ മെയിൽ. മെയിൽ ആവണം എന്നുണ്ടെങ്കിൽ വൈ ക്രോമസോം ഇസ് എ മസ്റ്റ്. ആൻഡ് ലാക്ക് ഓഫ് വൈ ക്രോമസോം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി വൈ ക്രോമസോം ഇല്ലെങ്കിൽ പിന്നെ അത് ഫീമെയിൽ ആയിട്ടായിരിക്കും മാറുക. ഇതാണ് ആ വൈ ക്രോമസോമിന്റെ സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ SRY എന്ന് പറയുന്ന റീജിയൻ, ജീൻ റീജിയൻ. SRYയുടെ ഫുൾ ഫോം ആണ് സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ. അവിടെ ഉള്ളതാണ് TDF എന്ന് പറഞ്ഞ ഫാക്ടർ, ടെസ്റ്റിസ് ഡിറ്റർമിനിങ്. സോ ടെസ്റ്റിസ് ഇസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഈ SRYയിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വൈ ക്രോമസോം വന്നാൽ മാത്രമാണ് ഈ TDF ഉണ്ടാവുള്ളൂ SRYയിൽ. അങ്ങനെ വന്നാൽ മാത്രമാണ് അത് മെയിലായിട്ട് മാറുള്ളൂ. പിന്നെ അടുത്തതാണ് XY1 അല്ലെങ്കിൽ XY2 മെയിൽ, അങ്ങനത്തെ കണ്ടീഷൻ. ഇത് ചില പ്ലാന്റ്സിലൊക്കെ കാണുന്ന കണ്ടീഷനാണ്. ഇവിടെ ഫീമെയിൽ എന്ന് പറയുന്നത് XX കണ്ടീഷൻ ആയിരിക്കും. കണ്ടോ, ഓട്ടോസോംസ് പ്ലസ് XX കണ്ടീഷൻ ആണ് ഫീമെയിൽസിൽ. വെറസ് മെയിൽസിൽ ഹെട്രോഗാമേറ്റ് ആണ്. XY1 Y2 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. കണ്ടോ, XY1 Y2 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി മെയിൽസ് ഹോമോഗാമസിസ് വരുന്നതാണ് ZZZO. ഇതിൽ ZZ മെയിൽസും ZO ഫീമെയിലും. ബട്ടർഫ്ലൈ മോത്ത് അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ ക്ലാസ്സിൽ അന്ന് ഡിസ്കസ് ചെയ്തതാ, ലാസ്റ്റ് ക്ലാസ്സിൽ മാർച്ചില്. അതാ ഞാൻ സ്പീഡിൽ പറയുന്നത് കേട്ടോ. അടുത്തതാണ് ZO ZZ ടൈപ്പ്. അത് വേറെ ഒരു കണ്ടീഷൻ. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ കേട്ടോ, ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ WZ, ഇതില് മെയില് ZZും ഫീമെയില് ZY. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ടെക്സ്റ്റിലും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. സെഡും ZW വെച്ചിട്ടാണോ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ വന്നാലും ഇവിടെ നോക്കേണ്ട കണ്ടീഷൻ മെയില് ഹോമോഗാമേറ്റ്, അതായത് ഒരേപോലത്തെ ഗാമേറ്റ്, ഫീമെയില് ഹെട്രോഗാമേറ്റ് എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി അതുപോലെ ബേർഡ്സിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റ് ഒരു കാറ്റഗറിയാണ്. നമ്മൾ തുടക്കത്തിൽ 3 ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മെയിൻ ആയിട്ട് ഡിവിഷൻ നടന്നിട്ട് അതിലുള്ള സബ് ഡിവിഷൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലത്തെ ലാസ്റ്റ് വണ്ണാണ് മെയിൽ ഹാപ്ലോയിഡി ഫീമെയിൽ ഡിപ്ലോയിഡി. അത് മെയിൻ ആയിട്ട് ഈ ഹണി ബീലത്തെ കേസിലാണ് ഇത് വരുന്നത്. മെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ, ഹാപ്ലോയിഡ് കണ്ടീഷനും, അതായത് ഒറ്റ സെറ്റ് ഓഫ് ക്രോമസോമും. ക്വീൻ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2 sets of chromosomes, that means 32. 16 + 16 32 ആയിരിക്കും. വേറെ മെയിൽസ് അല്ലെങ്കിൽ ഡ്രോൺസിന് എപ്പോഴും
16 ക്രോമസോം കണ്ടീഷൻ ആയിരിക്കും. അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഡ്രോൺ അല്ലെങ്കിൽ മെയിൽ ഉണ്ടാവുന്നത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ഹാപ്ലോയിഡ് സെറ്റ് ആയിരിക്കും. ക്വീൻ എപ്പോഴും 2n കണ്ടീഷൻ ആയിരിക്കും, 32. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന എഗ്സ് എങ്ങനെയായിരിക്കും? 16 ആയിട്ടായിരിക്കും വരിക, അല്ലെ? ഇതാ ഇവിടെ ആ പിക്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ നിന്ന് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല ഡ്രോണിൽ നിന്ന്. വേറെ ക്വീനിൽ 16 വരും. അപ്പൊ അതെങ്ങാനും ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താവും? 16 + 16 32 ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ക്വീൻ ആയിട്ട് മാറും. വേറെ അൺഫെർട്ടിലൈസ്ഡ് ആണെങ്കിൽ അത് ഡ്രോൺ ആയിട്ട് മാറും. ക്വീൻ മാത്രമാണ് എപ്പോഴും എന്താ പറയാ ഫീമെയിൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സെക്സ് ഡിറ്റർമിനേഷൻ, ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഫസ്റ്റ് പോർഷൻസ് ക്ലാസ്സിൽ എടുത്തതാണ്, പിന്നെ ബാർബോഡിയും എടുത്തതാണ്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇനി ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് ജീനിക് ബാലൻസ് തിയറി. ജീനിക് ബാലൻസ് തിയറി ഇത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് കാൽവിൻ ബ്രിഡ്ജസ്. ഈ പിക്ചറിൽ കാണുന്ന സയന്റിസ്റ്റ് ആണ് ഈ ജീനിക് ബാലൻസ് തിയറി. അതൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ആള് ഡ്രോസോഫിലയിൽ വർക്ക് ചെയ്യണ ഒരു വലിയൊരു സയന്റിസ്റ്റ്. ഡ്രോസോഫില എന്ന് പറയുന്നത് ഒരു നമ്മുടെ പഴയിച്ച, അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുമ്പോ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ പറന്ന് നടക്കുന്നതാണ് ഈ ഡ്രോസോഫില. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഓർഗാനിസം ആണ്. അതായത് അതിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരു ഓർഗാനിസം. കാരണം അത് ഹ്യൂമൻ ക്രോമസോമിനോട് സിമിലർ ആണ്. പിന്നെ അതിൽ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം അത് ഒരുപാട് ജനറേഷൻസ് പെട്ടെന്ന് ഉണ്ടാവും, ഇല്ലേ? കുറെ കൊല്ലം എടുത്തിട്ടൊന്നല്ല. ഒരു പഴയച്ചയിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ഡ്രോസോഫിലയിൽ സ്റ്റഡി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കാൽവിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പൊ ആളാണ് ഡ്രോസോഫിലയിൽ സ്റ്റഡി നടത്തിയിട്ട് ഈ ഒരു ജീനിക് ബാലൻസ് തിയറി എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. അത് ഡ്രോസോഫിലയുടെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെ എന്ന് നോക്കണതാണ് ഈ ഒരു ജീനിക് ബാലൻസ് തിയറി. അപ്പൊ ആള് നോക്കിയപ്പോ എക്സും വൈ ഒക്കെ ഉണ്ടെങ്കിലും അവിടെ എന്താ പറയാ ആ വൈ എന്ന് പറയുന്ന ക്യാരക്ടറിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് ഈ സയന്റിസ്റ്റ് ഡ്രോസോഫിലയുടെ കേസാണ് പറയണത്. ഡ്രോസോഫിലയിൽ കണ്ടുപിടിച്ചത് അവിടെ ആണ് ഡ്രോസോഫിലയും പെണ്ണ് ഡ്രോസോഫിലയും ഉണ്ടാവണത് വൈ ക്രോമസോമിനെ ബേസ് ചെയ്തിട്ടേ അല്ല. വൈക്ക് അവിടെ അതിലൊരു റോളും ഇല്ല എന്നുള്ളതാണ് ഈ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അവിടെ ഡ്രോസോഫിലയുടെ കേസിൽ മെയിൽ ക്യാരക്ടർ കിട്ടുന്നത് ബിക്കോസ് ഓഫ് ഓട്ടോസോംസ്, അതായത് നോർമൽ ക്രോമസോംസിന്റെ ക്യാരക്ടർ കൊണ്ടാണ് മെയിൽ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോണതും. വേറസ് എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ അവിടെ അത് ഫീമെയിൽ ക്യാരക്ടറും. ഇപ്പൊ നമ്മൾ ഹ്യൂമൻസിന്റെ കേസിൽ എങ്ങനെയാണ്? എക്സ് എന്ന് പറയുന്നത് എക്സ് വന്നു കഴിഞ്ഞാൽ ഫീമെയിലും ഒരു വൈ വന്നു കഴിഞ്ഞാൽ മെയിലായിട്ട് മാറും. ഈവൻ ദോ അതേപോലെ തന്നെയാണ് ക്രോമസോം പാറ്റേൺ എങ്കിലും ഡ്രോസോഫിലയുടെ കേസിൽ വൈക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ല എന്നാണ് പറയണത്. സോ ആ ഒരു സൈഗോട്ടിലെ ക്രോമസോംസിന്റെ മൊത്തത്തിലുള്ള കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡ്രോസോഫിലയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യണേന്നാണ് പറയണത്. കണ്ടോ? അപ്പൊ നോർമൽ കേസിൽ എങ്ങനെയാ? സെക്സ് ക്രോമസോംസ് മാത്രമാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യണത്? ആ ഓർഗാനിസം. ഇപ്പൊ നമ്മുടെ ഒക്കെ കേസിൽ ഓട്ടോസോംസ് എന്ന് പറയുന്നത് ആ 1 തൊട്ട് 22ാമത്തെ പെയർ, ആ 22ാമത്തെ പെയർ വരെയുള്ള ക്രോമസോംസിന് സെക്സ് ഡിറ്റർമിൻ ചെയ്യണേൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. നമ്മുടെ കേസിൽ എങ്ങനെയാണ്? എക്സും വൈക്കും മാത്രമേ റോളുള്ളൂ ഹ്യൂമൻസിൽ. എക്സ് വന്നാൽ ഫീമെയിൽ, എക്സ് വൈ വന്നാൽ മെയില്. പക്ഷെ ഈ ഡ്രോസോഫിലയില് ഓട്ടോസോംസിനും റോൾ ഉണ്ട് എന്തിന്? സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ. അതുപോലെ തന്നെ എക്സ് ക്രോമസോമിനും റോൾ ഉണ്ട്, വൈക്ക് അവിടെ റോൾ ഇല്ല. അപ്പൊ നമ്മുടെ കേസ് എന്ന് പറയുന്നത് ക്രോമസോമൽ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ആണ്. നമ്മുടെ കേസിൽ എക്സും വൈയും ആയിട്ടുള്ള സെക്സ് ക്രോമസോം ആണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യണത് ഹ്യൂമൻസിന്റെ കേസിൽ. പക്ഷേ ഒരു ഡ്രോസോഫിലയുടെ കേസിൽ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓട്ടോസോംസ് ഉണ്ട്. അപ്പൊ അവരുടെ കേസിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്. അപ്പൊ ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് ഇത് രണ്ടും കൂടെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അതിന് ജീനിക് ബാലൻസ് തിയറി, അല്ലെ? ഇപ്പൊ നമ്മുടെ കേസിൽ ക്രോമസോംസ് മാത്രമാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യണത്, എക്സും വൈയും. ഇനി ഓട്ടോസോംസ് മാത്രമാണ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ജനറ്റിക് ഡിറ്റർമിനേഷൻ. പക്ഷേ ഡ്രോസോഫിലയില് ഓട്ടോസോംസും കൺട്രോൾ ചെയ്യുന്നുണ്ട്, എക്സ് ക്രോമസോമും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്സ് ക്രോമസോം ആയിട്ടുള്ള എക്സും കൺട്രോൾ ചെയ്യുന്നുണ്ട്, സാധാരണ ക്രോമസോം ആയിട്ടുള്ള ഓട്ടോസോംസും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കേസിനെ വിളിക്കുന്നതാണ് ജീനിക് ബാലൻസ്. ദാറ്റ് മീൻസ് ഓട്ടോസോംസിന്റെയും സെക്സ് ക്രോമസോംസിന്റെ ഒരു ബാലൻസിലാണ് എന്ത് മെയിലും ഫീമെയിലും ആയിട്ട് മാറുന്നത്.
കണ്ടോ? സോ ഡ്രോസോഫിലയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്സ് ക്രോമസോംസും ഓട്ടോസോംസും. ആൻഡ് ആ തിയറിനെയാണ് ജീനിക് ബാലൻസ് തിയറി വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൽവിൻ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ്. അപ്പൊ അതിനൊരു റേഷ്യോ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൽ ക്യാരക്ടർ വരണമെന്നുണ്ടെങ്കിൽ ഓട്ടോസോംസ് മാത്രം നോക്കിയാൽ മതി, ഫീമെയിൽ ക്യാരക്ടർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് ക്രോമസോമിനും റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊരു ഇൻഡെക്സ്, അവരൊരു റേഷ്യോ, ഈ ജീനിക് ബാലൻസ് തിയറിക്ക് ഈ റേഷ്യോ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെയാണ് സെക്സ് ഇൻഡെക്സ് ഇക്വേഷൻ. ആ സെക്സ് ഇൻഡെക്സ് ആണ് നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ് ഡിവൈഡഡ് ബൈ ഓട്ടോസോമൽ സെറ്റ്സ്. അതായത് എക്സ് ക്രോമസോംസ് എത്ര എണ്ണം ഉണ്ട് ഡിവൈഡഡ് ബൈ ഓട്ടോസോംസിന്റെ എത്ര സെറ്റുകൾ അല്ലെങ്കിൽ എത്ര പെയർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഡിപ്ലോയിഡ് ആണോ ട്രിപ്ലോയിഡ് 3 സെറ്റ് ഉണ്ടോ 2 സെറ്റ് ഉണ്ടോ 4 സെറ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ആ നമ്പർ അടിയിലിട്ടിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ ഈ സൂപ്പർ ഫീമെയിൽ ആണോ അങ്ങനെയുള്ള കണ്ടീഷൻസ്. അപ്പൊ ഡ്രോസോഫിലയിൽ വെറുതെ മെയിലും ഫീമെയിലും മാത്രമല്ല പല പല കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് ഈ റേഷ്യോ അനുസരിച്ചിട്ടിരിക്കും. അതായത് ഈ റേഷ്യോ ശ്രദ്ധിക്കുക, സെക്സ് ഇൻഡെക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ആ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ് ആൻഡ് ഓട്ടോസോം സെറ്റ്. ഓട്ടോസോമിന്റെ നമ്പർ അല്ല, ഓട്ടോസോം സെറ്റ്. ഒരു സെറ്റ് ആണോ 2 സെറ്റ് ആണോ, അതായത് നമ്മൾ എത്രയാ ഡിപ്ലോയിഡ് 2 സെറ്റ് ഉണ്ട്, പെയർ അല്ലേ. അതുപോലെ ഡിപ്ലോയിഡ് ആണോ ട്രിപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണെങ്കിൽ അവിടെ 2 എന്ന് വരും, ട്രിപ്ലോയിഡ് ആണെങ്കിൽ ഇവിടെ 3 എന്ന് വരും, ടെട്രാപ്ലോയിഡ് ആണെങ്കിൽ 4 വരും. അതാണ് സെക്സ് ഇൻഡെക്സ്. അപ്പൊ ആ റേഷ്യോ അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ഡ്രോസോഫിലയുടെ കേസിൽ ഓട്ടോസോംസിന്റെയും ഈ പറഞ്ഞ സെക്സ് ക്രോമസോമിന്റെയും ഓട്ടോസോമിന്റെയും റേഷ്യോന്റെ ഉത്തരം ഒന്നിലധികം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഒരു ഡ്രോസോഫില സൂപ്പർ ഫീമെയിൽ കാറ്റഗറിയിൽ പെടുന്നു. 1 ആണ് ഉത്തരം വരുന്നതെങ്കിൽ നോർമൽ ഫീമെയിൽസ്, 1ന്റെയും 0.5ന്റെയും ഇടയിലാണ് റേഞ്ച് വരുന്നെങ്കിൽ ഇന്റർസെക്സ്, 0.5ന് ഈക്വൽ ആണെങ്കിൽ നോർമൽ മെയിൽ, ലെസ് ദാൻ 0.5 ആണെങ്കിൽ സൂപ്പർ മെയിൽസ്. അപ്പൊ ഈ ഒരു ഇതാണ് അതിന്റെ റേഷ്യോ. അപ്പൊ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഡ്രോസോഫിലയിലത്തെ സെക്സ് വരുന്നത്. അപ്പൊ ഇത്രയും സെക്സുകൾ ഡ്രോസോഫിലയിൽ ഉണ്ട്. നമ്മളുടെ കേസിൽ മെയിൽ ഫീമെയിൽ എന്ന് പറയുമെങ്കിലും ഇതിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് ആ റേഷ്യോ അനുസരിച്ചിട്ട്. അപ്പൊ ഈ സംഭവത്തിനെയാണ് ആ ഒരു ഓട്ടോസോംസിന്റെയും എക്സ് ക്രോമസോമിന്റെയും റേഷ്യോ, അതായത് ബോത്ത് നോർമൽ ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ് ആർ having role in determining the sex of Drosophila. A new theory was proposed which is termed as the genic balance theory. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് ആണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ അതിൽ വരുന്നത് ഹോർമോൺസ് എങ്ങനെയാണ് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിന്റെ 1-2 എക്സാമ്പിൾസ് ആണ് ഇതിൽ പറയണത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് സെക്സ് റിവേഴ്സൽ ഇൻ ഡൊമസ്റ്റിക് ഫോൾ. അതായത് വീട്ടിൽ വളർത്താൻ അല്ലെങ്കിൽ നമ്മളൊക്കെ വളർന്ന കോഴി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഫൗൾസ് എന്ന് പറയുന്നത് ആ കോഴി വർഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ആ ഡൊമസ്റ്റിക് ഫൗൾസിൽ വരുന്ന സെക്സ് റിവേഴ്സൽ, അതായത് സെക്സ് മാറി വരുന്ന കണ്ടീഷൻ. അത് ആദ്യം ഫീമെയിൽ കോഴി ആയിരുന്നിട്ടുണ്ടാവും, പിന്നെ അത് എന്തായി മെയിലായിട്ട് മാറുന്ന കണ്ടീഷൻ. അതായത് ഫീമെയിൽ മെയിൽ ആവണ, റിവേഴ്സ് ചെയ്യാണ് സെക്സ്, ഫീമെയിൽ മെയിൽ ആവണ കണ്ടീഷൻ. അത് ഹോർമോണിന്റെ കൺട്രോൾ. അതാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വളർന്നു വരുന്ന കോഴിയില്, അതായത് പെൺകോഴിയിലെ ഓവറി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവറിന്നുള്ള ഒവേറിയൻ ഹോർമോൺസ്, ഫീമെയിൽ ഹോർമോൺസ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അവരുടെ ഉള്ളിൽ തന്നെ റുഡിമെന്ററി ആയിട്ടുള്ള ഡീജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഇഫക്റ്റ് കൊണ്ട് മെയിൽ ക്യാരക്ടേഴ്സ് വരും. ഒരു കോഴിയിലെ മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ, നല്ല തൂവലുകളും, നമുക്കറിയാം പെടക്കോഴിയും പൂവൻകോഴിയും കാണുമ്പോഴുള്ള വ്യത്യാസം ഇല്ലേ, കുറച്ചും കൂടെ പ്ലൂമേജ്, അതായത് അതിന്റെ തൂവലുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും, കുറച്ചും കൂടെ വലിയ പ്ലൂമേജും. അതുപോലെ തലയിൽ ആ ഒരു കിരീടം പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, കോമ്പ്, ചുവപ്പ് കളറിലുള്ള എന്താ പൂവ് എന്നൊക്കെ പറയില്ലേ, അപ്പോ അതൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ആണ് സെക്സ് റിവേഴ്സൽ ഇൻ ഡൊമസ്റ്റിക് ഫോൾ. ദ റിമൂവൽ ഓഫ് ഓവറി കോസ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്ലൂമേജ് ആൻഡ് കോംബ് ഓഫ് മെയിൽസ്. അത് സ്വാഭാവികമായിട്ടും ഓവറി റിമൂവ് ചെയ്യുമ്പോൾ ഒവേറിയൻ ഹോർമോൺസ് അവിടെ വർക്ക് ചെയ്യാതിരിക്കും. ഓവറി ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചെറിയ ടെസ്റ്റിസ് അല്ലെങ്കിൽ അത് അവരുടെ ഉള്ളിലുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്ത് ഫങ്ഷനിങ് ആയിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി മെയിൽ ക്യാരക്ടേഴ്സ് വരും. അതാണ് ജനറലി സെക്സ് റിവേഴ്സൽ ഇൻ ഡൊമസ്റ്റിക് ഫൗൾ എന്ന് പറയുന്നത്.
ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്രൂസ് ഹെൻ. അതായത് ഈ ഒരു കണ്ടീഷൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സയന്റിസ്റ്റ് ആണ് ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് 1923. ആളത് എന്താ നോട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു പെടക്കോഴി സഡൻ ആയിട്ട് മുട്ടയിടുന്ന പ്രോസസ്സ് നിർത്തി, അല്ലെങ്കിൽ അത് നിന്നു പോവുക. അപ്പൊ അത് ആള് സ്റ്റഡി നടത്തിയപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലായത്. ഈ ബേർഡ്സിൽ നമ്മളെ സംബന്ധിച്ച് എന്താ, നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലും 2 ഓവറീസ് ഉണ്ട്. 2 ഓവറിയും നമ്മുടെ വർക്കിംഗ് ആണ് അല്ലെ. പക്ഷെ ബേർഡ്സിന്റെ കേസിൽ ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ടെങ്കിലും എല്ലാ സമയത്തും വർക്കിംഗ് ആയിട്ടുള്ളത് ലെഫ്റ്റ് ഓവറി മാത്രമാണ്. റൈറ്റ് ഓവറി എന്താ, റുഡിമെന്ററി അല്ലെങ്കിൽ ഫങ്ഷണൽ അല്ല. അപ്പൊ നോർമലി വർക്കിംഗ് ആയിട്ടുള്ള ആ ലെഫ്റ്റ് ഓവറി സഡനിലായിട്ട് വർക്കിംഗ് നിർത്തുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോ ഇപ്പുറത്തുള്ള റുഡിമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര വലിയ ഫങ്ഷനിങ് അല്ലാത്ത റൈറ്റ് ഓവറി ടെസ്റ്റിസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ ക്രൂ കണ്ടുപിടിച്ചത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ, പെടക്കോഴി പെണ്ണ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മുട്ടയിടുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഓവറി ഡെവലപ്സ് ഇൻ ടു ടെസ്റ്റിസ്, ആൻഡ് ടെസ്റ്റിസിൽ നിന്ന് മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണു. അപ്പൊ മെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കോമ്പും പ്ലൂമേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതൊരു മെയിൽ കോഴിയായിട്ട് മാറുന്നു, കൂവാനൊക്കെ തുടങ്ങുന്നു. അപ്പൊ ഇത് കണ്ടുപിടിച്ചതാണ് ക്രൂ. അപ്പൊ ആ ഒരു ആദ്യത്തെ അത് കണ്ടുപിടിച്ച കോഴി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ ക്രൂസ് ഹെൻ എന്ന് പറയണു. ആക്ച്വലി അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, സെക്സ് റിവേഴ്സൽ ഇൻ ഡൊമസ്റ്റിക് ഫോൾ. അപ്പൊ അത് എന്തിന്റെ ബേസിലെ കൺട്രോൾ നടക്കണേ, ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അതുപോലെ തന്നെ ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്സ് ഡിറ്റർമിനേഷനിൽ അടുത്ത ഒരു എക്സാമ്പിൾ ആണ് മാമൽസ്. ഇതിപ്പോ ബേർഡ്സിന്റെ കേസാണ് പറഞ്ഞത്. മാമൽസില് സെക്സ് മോഡിഫിക്കേഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ ഒരു കണ്ടീഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇതില് ഇപ്പൊ മെയിൽ ആണെങ്കിൽ മെയിൽ സെക്സ് ഓർഗൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് സെക്സിന്റെ, ഇപ്പൊ മെയിൽസിന്റെ ടെസ്റ്റിസും കാര്യങ്ങളൊക്കെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ ആണുങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റോസ്റ്റിറോണും കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അവർക്ക് എന്താവും, ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അവർക്ക് ആ ആണുങ്ങളുടെ ഒരു കട്ടിയുള്ള സൗണ്ടും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു മാസ്കുലിൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവണത്. അതെല്ലാം നഷ്ടപ്പെട്ട് ഒരു ലൈറ്റ് സൗണ്ട്, ഫെമിനൈൻ ക്യാരക്ടേഴ്സ് വരും. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഇപ്പോൾ ഓവറിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ അതിന്റെ ഈ ഓവറിയൻ ക്യാരക്ടേഴ്സ് മുഴുവൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റേ ക്യാരക്ടേഴ്സ് ചെറുതായി ഒന്നും ഉണ്ടാവും. അപ്പൊ അതാണ് ആ സെക്സ് മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആണാവും പെണ്ണാവും മാറുന്നില്ല. ഉള്ള സംഭവം റിമൂവ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ അപ്പൊ ഒരാണാണെങ്കിൽ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ടെസ്റ്റോസ്റ്റിറോണും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, ചെറുതായിട്ട് ഒരു ഫീമെയിൽ നേച്ചർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളിലും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഫ്രീ മാർട്ടിൻ ഇൻ കാറ്റിൽ. കന്നുകാലികളിലുള്ള ഒരു കണ്ടീഷൻ ആണ് ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോ ഒരു പശു പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ട്വിൻസിനെയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ആ ട്വിൻസ് എന്ന് പറയുന്നത് ഒന്ന് ആണുകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ ഈ ആൺകുട്ടിയുടെ പ്രസൻസ് കൊണ്ട്, അതായത് ഇത് പ്ലാസന്റയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ കാര്യമാണ് പറയുന്നത്. ഈ ആൺകുട്ടിയുടെ പ്രസൻസ് കൊണ്ട് ഗർഭാവസ്ഥയിലുള്ള കൂടെയുള്ള ട്വിൻ ആയിട്ടുള്ള പെൺകുട്ടി സ്റ്റെറൈലായി പോകും. അതാണ് കണ്ടീഷൻ. അതായത് ഇപ്പൊ ഗർഭാവസ്ഥയിൽ അതായത് ഒരു പശു ഗർഭിണിയാണ്, ആ പശുവിന്റെ വയറ്റിലുള്ളത് ഗർഭസ്ഥ ശിശുക്കൾ ട്വിൻസ് ആണ്, ആണും പെണ്ണുമാണെങ്കിൽ ആ ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആൺകുട്ടിയുടെ ഇഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആണിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ ഇഫക്റ്റ് കൊണ്ട് കൂടെയുള്ള ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ആ എംബ്രിയോന് സ്റ്റെറൈലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്ന കണ്ടീഷനെയാണ് ഫ്രീ മാർട്ടിൻ. കാരണം ഇവര് രണ്ടുപേരും യൂസ് ചെയ്യണ അല്ലെങ്കിൽ എടുക്കുന്ന ബ്ലഡ് സ്ട്രീം സെയിം ആയിരിക്കും. അപ്പൊ ആ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ മെയിൽ എംബ്രിയോ എന്ന് വരുന്ന ഹോർമോൺസും കാര്യങ്ങളും ഈ ഫീമെയിൽ എംബ്രിയോയിൽ, ട്വിൻ ആയിട്ടുള്ള ഫീമെയിൽ എംബ്രിയോയിലേക്ക് കിട്ടുന്നു. ആ ഹോർമോൺസ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അവിടെ എന്താ പറയുക ഫങ്ഷനിങ് ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരുമ്പോൾ ഫീമെയിൽ ആയിട്ട് തന്നെ വരും, പക്ഷെ അതിന് നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, സ്റ്റെറൈൽ ആയിട്ട് മാറും. അങ്ങനെ ഒരുമിച്ച് ഒരു ട്വിൻ ആയിട്ട് മെയിലും ഫീമെയിലും കാറ്റിൽസിലും എംബ്രിയോ സ്റ്റേജിൽ ഉണ്ടാവുമ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെയിൽ ഹോർമോൺസ് ഫ്രം ദ മെയിൽ എംബ്രിയോ ഇറ്റ് വിൽ അഫക്ട് ദ ഫെർട്ടിലിറ്റി features of the female embryo, and finally the female embryo will become sterile, and this condition is termed as free Martin. അതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടുമാണ്
ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്സ് ഡിഫറൻസിയേഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഹോർമോൺ സെക്സ് ഡിഫറൻസിയേഷൻ, ഒന്ന് കോഴികളിൽ അല്ലെങ്കിൽ ഫൗൾസിലുള്ള സെക്സ് റിവേഴ്സൽ ആണ്, പെണ്ണ് ആണായി മാറുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തതിൽ അങ്ങനെയല്ല, മെയിൽ ട്വിന്നിന്റെ ഹോർമോൺസിന്റെ ഇഫക്റ്റ് കൊണ്ട് ഫീമെയിൽ ട്വിന്നിലുള്ള സെക്സ് ഡിഫറൻസിയേഷനെ ബാധിച്ചിട്ട് സ്റ്റെറിലിറ്റി ഉണ്ടാവുന്നതാണ് ഫ്രീ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അതാണ് അതിന്റെ 2 എക്സാമ്പിൾസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സെക്സ് മൊസൈക്കിസം. മൊസൈക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഒരേ പാറ്റേൺ അല്ല, പല പാറ്റേൺ മിക്സ് ചെയ്ത് കാണുന്ന ഒരു കണ്ടീഷനെയാണ് മൊസൈക്കിസം എന്ന് പറയുന്നത്. അതിൽ സെക്സ് മൊസൈക്കിസം റിലേറ്റഡ് ടു സെക്സ്. അപ്പൊ അതിലർത്ഥം എന്താ, ഒരു ഓർഗാനിസത്തില് ഒരു ഇൻഡിവിജ്വലില് ഫീമെയിൽ സെൽസും ഉണ്ടാവും മെയിൽ സെൽസും ഉണ്ടാവും. ഇപ്പൊ ഒരു ആള് നോർമലി നമ്മൾ എന്താ പറയാ, ഒന്ന് ആണ് അല്ലെങ്കിൽ പെണ്ണ്, ആ ഒരു കണ്ടീഷൻ അല്ലേ. അപ്പൊ അവരുടെ എല്ലാ സെല്ലിലും എന്തുണ്ടാവും, ഓട്ടോസോംസും ഉണ്ടാവും. ആണാണെങ്കിൽ XY ക്രോമസോമും പെണ്ണാണെങ്കിൽ XX ക്രോമസോമും ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു മൊസൈക്ക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാണെങ്കിൽ, അതിപ്പോ മനുഷ്യരിലാവാം മൃഗങ്ങളിലാവാം എങ്ങനെ വേണമെങ്കിലും ആവാം, മൊസൈക്കിസം എന്നുള്ള കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കുറെ സെൽസിൽ XXും കുറെ സെൽസിൽ XYയും ആവും. ഫീമെയിൽ സെൽസും മെയിൽ സെൽസും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഡിഫറെന്റ് ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ സെൽസിൽ കാണും, ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, അപ്പൊ എന്റെ ശരീരത്തിൽ എല്ലാ സെൽസിലും എന്തുണ്ടാവുക, 22 പെയർ ഓഫ് ഓട്ടോസോംസ് ആൻഡ് XX ക്രോമസോംസ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ശരീരത്തിലെ കുറെ സെൽസിൽ XXും കുറെ സെൽസിൽ XYയും ആണെങ്കിൽ then my condition is termed as സെക്സ് മൊസൈക്ക് അല്ലെങ്കിൽ സെക്സ് ഖൈമേറ. ഈ ഒരു അതൊരു മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന പ്രോസസ്സാണ്. കണ്ടോ, 2 ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. മൊസൈക്കിസം ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, നോർമലി ഇതായിരുന്നു, അതിലൊരു ജനറ്റിക് ചേഞ്ച് ഒരു സെല്ലിൽ ഉണ്ടായി. നമുക്കറിയാം, ഈ ഒരു സെല്ല് ഉണ്ടായാലും സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഈ ഒരു സെല്ലിന് ഒരുപാട് സെൽസ് ഉണ്ടാവും ഇല്ലേ. അപ്പൊ ആ സെൽസിന്റെ എണ്ണം കൂടി വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള സെൽസ് ഈ ഒരു പാറ്റേൺ ആയിട്ട് മാറും. സോ മിക്സ്ചർ ഓഫ് സെൽസ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് അല്ല ഒന്നിലധികം ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്നത്, മൊസൈക്കിസം ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് presence of 2 or more chromosomal complements found in the same tissue of an individual. സെയിം ടിഷ്യൂ ഉണ്ടാവുന്ന പ്രോസസ് ആണ് മൊസൈക്കിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. മൊസൈക്കിസം അപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കുകഴിഞ്ഞാൽ ഇവിടെ ഇതാണ്, ഈ കളർസ് എല്ലാം നോർമല്, അതായത് ഈ ഒരു ഗ്രീൻ കളർ. അബ്നോർമൽ ആയിട്ട് വന്നേക്കുന്ന സെല്ല് ബ്ലൂ ആണ്, കേട്ടില്ലേ? ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ബ്ലൂ സെല്ല് കുറവാണ്, അധികം വലിയ ലെവലിൽ ഹൈ ലെവൽ മൊസൈക്കിസം അല്ല, ലോ ലെവൽ ആണ്. ഇവിടെ നോക്കൂ, പകുതിയും എന്താണ്, പകുതി നോർമൽ സെൽസും പകുതി അബ്നോർമലും ആണ്. അപ്പൊ 50% മൊസൈക്കിസം. ഈ കണ്ടീഷനിൽ മൊസൈക്ക് അബ്നോർമൽ സെൽസ് ആണ് കൂടുതൽ. സോ ദിസ് കണ്ടീഷൻ ഈസ് ഹൈ ലെവൽ മൊസൈക്കിസം. അപ്പൊ 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ആ ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്നത്. ഇനി മൊസൈക്കിസം 2 ടൈപ്പ് ഓഫ് മൊസൈക്കിസം ഉണ്ട്. ജെർമിനൽ മൊസൈക്കിസം ഉണ്ട്, സൊമാറ്റിക് മൊസൈക്കിസം ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിന്റെ 2 ടൈപ്പ് ഉണ്ടെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ജെർമിനൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ, സെക്സ് സെൽസ് ആണ്. അപ്പൊ ജെർമിനലില് സെക്സ് സെൽസിൽ മൊസൈക്കിസം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇല്ല. ഇപ്പൊ ഹീമോഫീലിയ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് കുറെ സെൽസ് നോർമൽ ആയിരിക്കും, കുറെ സെൽസിൽ ചിലപ്പോൾ ഹീമോഫീലിക് കണ്ടീഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ സൊമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ബോഡി സെൽസ് ആണ്. ഒരിക്കലും ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൽ ബോഡി സെൽസ് ഇൻവോൾവ് ചെയ്യുന്നില്ല, അപ്പൊ അത് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ജെർമിനൽ ആവുമ്പോൾ ഇൻഹെറിഷൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് മൊസൈക്കിസം കണ്ടീഷൻ. ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് ഗൈനാൻഡ്രോമോർഫിസം. ഗൈന എന്നൊക്കെയുള്ള വേർഡ്, ഗൈനിക് റിലേറ്റഡ് ടു ഫീമെയിൽസ്, ആൻഡ്രജൻ അങ്ങനത്തെ ടേംസ് റിലേറ്റഡ് ടു മെയിൽ. സോ ഗൈനാൻഡ്രോമോർഫ്, രണ്ടും മെയിലും ഫീമെയിലും ഒരു ഇൻഡിവിജ്വലിൽ കാണുന്ന കണ്ടീഷൻ. മെയിൽ ക്യാരക്ടേഴ്സും ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പകുതി ശരീരം, നമ്മളിപ്പോ ഈ അർദ്ധനാരീശ്വരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, നമ്മുടെ പുരാണത്തിലും ഇതിലൊക്കെ. അപ്പൊ അതിൽ ആ പിക്ചറിൽ നമുക്ക് എന്താ, പകുതി ഭാഗം ഫീമെയില് പകുതി ഭാഗം മെയില്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനെയാണ് നമ്മൾ സയന്റിഫിക്കലി ശരിക്കും ഉള്ളതാണ് ഗൈനാൻഡ്രോമോർഫിസം കണ്ടീഷൻ. കണ്ടോ, ദ ഓർഗാനിസം ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് ഫീമെയിൽ
ആൻഡ് മെയിൽ പാർട്സ് ആണ് കേട്ടോ. നമ്മള് മൊസൈക്കിസത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് സെല്ലിന്റെ കണ്ടീഷൻ ആണ്. 2 തരത്തിലുള്ള സെൽസ് ശരീരത്തിൽ ഉണ്ടായിരിക്കും. 2 തരത്തിലുള്ള സെൽസിൽ 2 തരത്തിലുള്ള ക്രോമസോം കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ പറയണത് ശരീരത്തിന്റെ അപ്പിയറൻസ് ആണ് പറയണത്. കണ്ടില്ലേ, ഗൈനെ റിലേറ്റഡ് ടു വിമൻ ആൻഡ് ആൻഡ്രോ റിലേറ്റഡ് ടു മാൻ ആൻഡ് മോർഫ് മീൻസ് ആ രൂപം, ഫോം. ഇവര് സാധാരണ സ്റ്റെറൈൽ ആയിരിക്കും. ഇവരിൽ നിന്നും അടുത്തൊരു ജനറേഷൻ ഓഫ് കുട്ടികളെ അല്ലെങ്കിൽ പ്രോജനി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് നോർമൽ ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അത്ര കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരിക്കില്ല. ഇത് മേജർ ആയിട്ട് ഇൻസെക്ട്സിലും അല്ല, അങ്ങനത്തെ നമ്മൾ ഹ്യൂമൻസിലൊക്കെ വളരെ അപൂർവമായിട്ടുള്ള അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഡ്രോസോഫില അതിലൊക്കെയാണ് ഇത് കാണുന്നത് കേട്ടോ. കണ്ടോ, അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഗൈനാൻഡ്രോമോർഫില് ഇൻഡിവിജ്വൽ ഷോ മെയിൽ ക്യാരക്ടേഴ്സ്. ബോഡിയുടെ കുറെ ഭാഗത്ത് ആണിന്റെ ക്യാരക്ടർ ആയിരിക്കും, കുറെ ഭാഗത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ രണ്ടും ആണിന്റെ ഭാഗങ്ങളും ഫീമെയിൽ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ഈ ഗൈനാൻഡ്രോമോർഫ്. അത് 3 തരത്തിലുണ്ട്. ഇപ്പൊ നമ്മളാ അർദ്ധനാരീശ്വര രൂപം എങ്ങനെയാ, പകുതി ഈ സൈഡും ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, അങ്ങനത്തെ ഈക്വൽ അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിൽ അത് ബൈലാറ്ററൽ ഗൈനാൻഡ്രോമോർഫ്. ഞാൻ അത് ആ പിക്ചർ വെച്ച് പെട്ടെന്ന് കണക്ട് ആവാൻ പറയണതാണ് കേട്ടോ. ഇത് നമ്മൾ ഡ്രോസോഫിലത്തെ കണ്ടീഷൻ ആണ് പറയണത്. മുകളിലും താഴെയുമായിട്ടാണ് ആണിന്റെയും പെണ്ണിന്റെയും ഭാഗങ്ങൾ വരുന്നതെങ്കിൽ അത് ആന്റീരിയർ പോസ്റ്റീരിയർ. പിന്നെ സെക്സ് പിബോൾസ് എന്ന് പറയുന്നത് ഫീമെയിൽ ടിഷ്യൂവും അതുപോലെ തന്നെ മെയിൽസിന്റെ ചില ഭാഗങ്ങൾ മാത്രം, കൂടുതൽ ഫീമെയിൽ ആയിരിക്കും. കണ്ടോ, ഇപ്പൊ ഈ ഒരു പിക്ചർ ബൈലാറ്ററൽ ആണ്. കണ്ടോ, ഈ ഒരു എന്താ പറയാ ഷ്രിമ്പ് പോലത്തെ ഒരു സൈഡ് ഒരു കളറും പകുതി അല്ലെ, ഇതും അതെ. ഈ ബട്ടർഫ്ലൈയുടെ ഈ സൈഡ് ഒരു ടൈപ്പ്, ഈ സൈഡ്. അപ്പൊ ഇതിൽ ഏതോ ഒരു ഭാഗം ഫീമെയിലും ഒരു ഭാഗം മെയിലുമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇത് റൈറ്റും ലെഫ്റ്റിലും വരുന്നതുകൊണ്ടാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോ എങ്ങനെയാ, മുകളിൽ ഒരു ഭാഗവും താഴെ ഒരു ഭാഗവും. മനസ്സിലായില്ല, ആന്റീരിയർ പോർഷൻ ചിലപ്പോൾ മെയിൽ പാർട്സും പോസ്റ്റീരിയർ താഴ്ഭാഗം എന്ന് പറയുന്നത് ഫീമെയിൽ, അല്ലെങ്കിൽ മറിച്ചു ആവാം. സെക്സ് പീബോൾസ് എന്ന് പറയുന്നത് ഫീമെയിൽസിൽ മെയിൽ കുറച്ച് ടിഷ്യൂസ്, അങ്ങനെ വരുന്ന കണ്ടീഷൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ബാക്കിയുള്ള ഭാഗങ്ങള്. ഓക്കെ.